ഹലോ നമസ്തേ കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്തിനാണ്? നമ്മുടെ കത്തനാറിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ജയസൂര്യ, അനുഷ്ക ഷെട്ടി, റോജിൻ തോമസിന്റെ സിനിമയാണ്. നമ്മുടെ ഹോമിന്റെ നമുക്ക് കണ്ടുനോക്കാം. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പോഴായിരുന്നാലും ആദ്യം ഇന്ദ്രജാലത്തേനെ നമ്പരുതല്ല. ഗോകുല രഹസ്യമാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ഇത് ഫ്രെയിമടാ. എന്റെ മോനെ എന്താടാ ഹോളിവുഡ് எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். വിഷണറി പ്രൊഡ്യൂസർ. நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് കുഞ്ഞമനിൽ നിന്ന് വാഴ്ത്തക്ക പ്രകാശ് രാജിന്റെ ശബ്ദം ദിസ് മനുഷ്യ നോക്ക്. റോജിൻ തോമസ് വേറൊരു ഡാറ്റർ ഹോം മറ്റേ പോസ്റ്ററിലുള്ള ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. ഗോകുലം ഗോപാലൻ. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും ഫലം. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. ഏതാണ് ആപത്തിലാണ്. ഓ ഫ്രെയിം ജയസൂര്യ, അനുഷ്ക ഷെട്ടി, നോക്ക്. പ്രഭുദേവ. അത് പുള്ളി ഡാൻസ് ഒക്കെ കളിക്കുന്ന ക്യാരക്ടറായിരിക്കും. സനു, സാന്റി മാസ്റ്റർ, ദേവിക, ഹാരിഷ്, വിനീത്, നിതീഷ്. ഭ്രമയത്തിലെ ചാത്തൻ. അത് കണക്ക് തന്നെയല്ലേ? കറക്റ്റ്. കോസ്മിക് ഇല്യൂഷൻ. എന്റെ മോനെ ശരിടാ. എന്തോടാ അതൊക്കെ? എന്തോന്നാ കത്തന ബാഹുബലി. ഇതല്ലേ നമ്മള് മറ്റേ ഇതിലൊക്കെ പറഞ്ഞു. അതായിരിക്കും വെനം പോസ്റ്ററിലുള്ളത്. ഇല്ല. ഓക്കെ, അപ്പൊ ട്രെയിലർ കണ്ടിട്ട് എന്തോന്നാണ് നിനക്ക് പറയാനുള്ളത്? ട്രെയിലർ മലയാള സിനിമ തന്നെയാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഫ്രെയിമുകളും കട്ട്സും സീനുകളും. ഇത്രയും വർഷം വെയിറ്റ് ചെയ്യാനുള്ള സാധനം അതിനകത്തുണ്ട്. പടത്തിന് മുന്നേ പടവും കൂടെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നാൽ മതി. ആ VFX നോക്കിയാണ്ട് ഇങ്ങനത്തെ ഒരെണ്ണം നമ്മൾ കണ്ടിട്ടില്ല മലയാള സിനിമയില്. എന്ന് പറഞ്ഞാൽ ആ ടൈമിലൊക്കെ വന്നപ്പോ സമയത്ത് മറ്റേ നമുക്ക് മരക്കാറ് ഇങ്ങനെയൊക്കെ വാഴ്ത്തിപ്പാട് തന്നു. പക്ഷെ പടം അങ്ങനെ ആയിപ്പോയി. പക്ഷെ സ്റ്റോറി വൈസും കൂടെ ഇത് അടിപൊളിയാണെങ്കിൽ ഇത് പിന്നെ ലാലേട്ടന്റെ കാമിയോ കാണോ? അത് കാണും. പക്ഷെ ട്രെയിലറിൽ വന്നില്ല. എനിക്ക് ട്രെയിലർ ഞാൻ പ്രതീക്ഷിച്ചു വന്നില്ല. ചിലപ്പോ അതൊരു ഇതായിട്ട് വെച്ചേക്കണതായിരിക്കും. ചിലപ്പോ കുറച്ച് മിനിറ്റ്, ഒരു 10 മിനിറ്റോളം അത്രയൊക്കെ കാണാൻ സാധ്യതയുള്ളൂ. ഇത് നമുക്ക് ഐതിഹ്യമായാലും ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ആരെ വേണമെങ്കിൽ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ബ്രഹ്മയത്തിലെ കുടുംബം പോറ്റിയില്ലേ, ആ പോറ്റിയുടെ അകത്തെ ചാത്തനെ കണ്ട ആ ചാത്തനെ പോലത്തെ റോൾ ഇതിനകത്ത്. അതുപോലെ നമുക്കിപ്പോ ഇഷ്ടമുള്ള റോള് ഐതിഹ്യമല്ലെന്ന് കൊണ്ടുവരാൻ പറ്റും. സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതന്നെ നീലിയൊക്കെ ഇതിനകത്ത് ഐതിഹ്യമാരെ. എടാ നീലിയല്ലേ അനുഷ്ക? അത് അറിഞ്ഞൂടാ. അത് ഇനിയെ പറയുള്ളൂ എന്തോന്നാണെന്ന് അറിഞ്ഞൂടാ. നായിക അനുഷ്കയാണെങ്കിൽ കടമറ്റത്ത് കത്തനാരുടെ തളയ്ക്കുന്ന ആളാണ് നീലി, കളിയും കെട്ട് നീലി. അപ്പൊ അങ്ങനെ വല്ല ആയിരിക്കാം. നോക്കാം. പിന്നെ ആ റെഡ് ഇതായിട്ട് വരുന്നത് ഒരു വില്ലന്റെ പവറാണ്. അതെന്താണെന്നുള്ളത് പിന്നെ കണ്ടറിയണം. അതായിരിക്കും ദേഹത്ത് കയറുന്ന ഒരു വൈറസ് അങ്ങനെ എന്തെങ്കിലും. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം. നെഗറ്റീവ് എനർജി അതായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലോക എന്ന സിനിമ തന്നെ അതിനൊക്കെ പൊളിച്ച് അടുക്കി വേറൊരു കൺസെപ്റ്റാണ് നമുക്ക് തന്നത്. അപ്പം
ഇതിനകത്തോട്ട് വരുമ്പോ കൺസെപ്റ്റ് വൈസ് എങ്ങനെ ആവുമെന്ന് അറിയാൻ പറ്റൂല. ഇത് അല്ല ലോക കുറച്ചും കൂടെ നമുക്ക് സയന്റിഫിക് ആയിട്ട് റീസൺ വവ്വാല് കടിച്ച വൈറസ് ആണ് കയറിയെന്ന് പറയുന്നുണ്ട്. ഇത് പക്ഷേ പ്യുവർ മാജിക് ആയിട്ട് തന്നെ കാണിക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ലേ ഇതൊരു കോസ്മിക് ഇലൂഷൻ അങ്ങനെ ആ രീതിക്കാണ് എല്ലാം നമ്മളൊരു മായ പോലെ ഒരു സംഭവമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ജയസൂര്യനെ പറ്റി എന്താണ് പറയുന്നത്? ജയസൂര്യ കൊള്ളാം. ഇപ്പൊ ഇതിനകത്ത് കണ്ടപ്പോൾ ജയസൂര്യക്ക് വലിയ ഒരു ഇമ്പാക്ട് എനിക്ക് തോന്നിയില്ല. സിനിമ വരുമ്പോഴത്തേക്കും കത്തിക്കും മിക്കവാറും. പിന്നെ പ്രഭുദേവ ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം വേടാ, നമ്മുടെ ലോകയില് സണ്ണി വെയിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള റോളായിരുന്നു കത്തനായിരുന്നത്. അത് ജയസൂര്യക്ക് കുറച്ചും കൂടെ നമുക്ക് ഇപ്പൊ പാപ്പനെ കണ്ട് ഇറങ്ങിയോണ്ടാണെന്ന് അറിഞ്ഞൂടാ, വേറൊരു ഇതിലോട്ട് മാറി. അപ്പൊ പക്ഷെ പുള്ളി 2-3 വർഷം പടത്തിന് കൊടുത്തതാണ്. അതെ, അത് ചുമ്മാ ആയിരിക്കൂല, സിനിമ ഇറങ്ങുമ്പം കത്തിക്കും, എന്തായാലും കത്തിക്കും. പിന്നെ ട്രെയിലർ കട്ട് എങ്ങനെയുണ്ട്? ട്രെയിലർ കട്ട് ചേട്ടാ അതില്ല ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം ഒരു മലയാള സിനിമ ട്രെയിലർ കണ്ടായിട്ട് തോന്നണില്ല. വേറൊരു അത് തന്നെ ഹോളിവുഡ് പടം കണ്ടു, അത് മറ്റേ ആ ലോങ് ഫ്രെയിം ഒരു ഹാരി പോട്ടർ ആ ഒരു ഫീലാണ് തോന്നിയത്. പിന്നെ കളർ ഗ്രേഡ് ആയാലും എല്ലാം ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു വലിയ കാസ്റ്റ് തന്നെ ഉണ്ട്, കൊറേ പറയുണ്ട്. സാൻഡി മാസ്റ്റർ ആയാലും. പിന്നെ ഇതിനകത്ത് ഒരു ഇന്റർവ്യൂല് വെച്ച് അവരെ തന്നെ ടീം പറഞ്ഞതാണ്, ഇത് മലയാള സിനിമ എന്നുള്ളതല്ല, ലോക സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമ തരുന്ന ഒരു എപ്പിക് സീൻ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ പടം അങ്ങനെ ആവട്ടെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഇതുവരെ ലോകയെ തകർക്കാൻ ഇത്രയും ഒരു ക്വാളിറ്റി വരുന്ന ഈ ഒരു ഇമ്പാക്ട് വരുന്ന തീമില് വേറെ ഇല്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് മറ്റൊരാൾ വന്നേക്കണത്. അപ്പൊ നമുക്ക് എന്താണെന്നും പറയാൻ പറ്റൂല. എന്തായാലും മൊത്തത്തിൽ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ലെവലിലോട്ട് സ്റ്റോറിയും കൂടെ വന്നാൽ മതി അല്ലേ, അത്രേ ഉള്ളു. അപ്പൊ പടം കത്തനാരല്ലേ. ബാക്കി വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉന്നവരാം. അണ്ടിൽ ദെൻ ലൈക്ക്.